ാണ് ഈ 2024 നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ വെച്ച് 2025 വലിയ ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാനൊന്ന് എന്നെ പരിചയപ്പെടുത്താം. സാറ് പറഞ്ഞ പോലെ ഞാനിപ്പം വീട്ടിലെത്തിയിട്ടില്ല. സത്യത്തില് വീട്ടിന്റെ ഒരു 2-3 കിലോമീറ്റേഴ്സ് ഡിഫറൻസിൽ ഞാനുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിലേ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടെ വീട്ടിലെത്തുന്നതിന് മുന്നേ ഇങ്ങനെ കാറിൽ ഇരിക്കേണ്ടി വന്നത്. അപ്പൊ എന്തായാലും എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊണ്ട് തുടങ്ങാം. എന്റെ പേര് മുഹമ്മദ് ഇജാസ്. സ്വദേശം കണ്ണൂർ ജില്ലയില് മട്ടന്നൂരിലാണ്. ഈ ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയിൽ എത്തിയിട്ട് 8 വർഷം പൂർത്തിയായി. ബേസിക്കലി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സ്വന്തം സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. ശരിക്കും കടന്നു വന്നത് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നെ കൊണ്ടുവന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന, ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് കമ്പനിയുടെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ആയിരിക്കുന്ന മുബാറക് സാർ. അദ്ദേഹമാണ് ഈ ബിസിനസ്സിലേക്ക് എന്നെ എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എത്തേണ്ട വ്യക്തിയല്ല. സ്വന്തമായിട്ടൊരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആ കമ്പനിയിൽ 8ഓളം സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകളോട് അറിയാം, 8 സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണമെങ്കിൽ നല്ലൊരു വരുമാനം വന്നേ പറ്റൂ. ആ വരുമാനം ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്ത് ദൈവം മറ്റൊരു ഓപ്ഷനെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത് പോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ എത്തിച്ചു. അത് മുബാറക് സാറിന്റെ രൂപത്തിലായിരുന്നു. ഈ മുബാറക് എന്ന് പറയുന്ന ഇന്ന് കമ്പനിയുടെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള വ്യക്തി എനിക്ക് നേരിട്ട് പരിചയമില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. അതായത് നമ്മളെല്ലാരും പറയൂലേ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മൾ എന്ത് കാര്യവും ഷെയർ ചെയ്യുന്ന ഒരു സുഹൃത്ത്. അങ്ങനെ ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അൻവർ എന്നാണ് പേര്. ഈ അൻവറിന്റെ ഒരേ ഒരു പങ്കയുടെ ഭർത്താവാണ് ആര്? ഈ മുബാറക് എന്ന് പറയുന്ന വ്യക്തി. ഈ മുബാറക്കിലേക്ക് ഞാൻ എത്താൻ കാരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടാനുള്ള കാരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും അൻവറും കൂടിയിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് വേണ്ടി ഒരു ഫേസ് വാഷ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറി. ആ കടയിൽ കയറിയ സമയത്ത് അൻവർ എന്നോട് പറഞ്ഞു, "എടാ, എന്റെ അളിയൻ ഒരു സോപ്പ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ആ സോപ്പ് കിടിലൻ സാധനമാണ്. ഞാൻ ഉപയോഗിച്ചതാണ്. നീ കണ്ട ഫേസ് വാഷ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് പകരം ആ സോപ്പ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക്" എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്നറിയോ, നമ്മളെല്ലാരും അങ്ങനെയാണ്. നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇത്ര വിശ്വാസത്തോടു കൂടി ഒരു കാര്യം പറയുമ്പോൾ നമ്മളെല്ലാരും അത് വാങ്ങാൻ നിൽക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു സൈക്കോളജി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പറയുന്ന വിശ്വാസം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, "എന്നാ പിന്നെ നീ എനിക്ക് ആ സാധനം അറേഞ്ച് ചെയ്താന്ന്" പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, എന്റെ അളിയൻ എറണാകുളമാണ്. ആള് ഒരു 3 ആഴ്ചയിലൊക്കെ ഒരിക്കയാണ് ഇവിടെ വരിക, കണ്ണൂരേക്ക് വരിക. അപ്പൊ നീ ഒരു കാര്യം ചെയ്തു, ഞാൻ നിനക്ക് നമ്പർ തരാം. നീ തന്നെ കോണ്ടാക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാടാ കോണ്ടാക്ട് ചെയ്യുന്നത്? നീ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് വാങ്ങിത്താ. അപ്പൊ അവൻ പറഞ്ഞൊരു വാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ, അളിയൻ പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. നീ തന്നെ വിളിച്ചാ ഭയങ്കര ഹാപ്പി ആവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മുബാറക് എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ ഫോണിൽ വിളിക്കുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്തൊരു സോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഇനി നിങ്ങൾ എപ്പാണോ കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് അപ്പൊ എനിക്കൊന്ന് എത്തിച്ചേരണം എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്ത് എന്റെ കയ്യിലേക്ക് ഒരു സോപ്പും ഒരു ടൂത്ത് പേസ്റ്റും എനിക്ക് കൊണ്ട് തന്നു. ടൂത്ത് പേസ്റ്റ് സത്യത്തിൽ ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ സോപ്പിന്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ടൂത്ത് പേസ്റ്റും കൂടി എനിക്ക് കൊണ്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞു. അങ്ങനെ ഈ സാധനം, ഈ സോപ്പും ഈ ടൂത്ത് പേസ്റ്റും ഉപയോഗിച്ച് വീട്ടിലേക്ക് പോയി. ഞാനും എന്റെ ഫാമിലിയും മാറി മാറിയിട്ടാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ റിസൾട്ട് പറയുന്നത് ഉമ്മയാണ്. അത് ടൂത്ത് പേസ്റ്റിനാണ്. ആൾക്ക് ഗം ബ്ലീഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പല്ലിന്ന് ബ്ലഡ് വരുന്ന ഒരു സംഭവമാണ് ഗം ബ്ലീഡിങ്. ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ഏകദേശം ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴേക്ക് ആ ഗം ബ്ലീഡിങ് മാറി. ടോട്ടലി ആ ഗം ബ്ലീഡിങ് കുറഞ്ഞു. ആളാണ് എന്നോട് ആദ്യത്തെ റിസൾട്ട് പറയുന്നത്. "എടാ, നീ കൊണ്ടുവന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏഹ് അപ്പൊ എനിക്ക് സോപ്പ് യൂസ് ചെയ്ത സമയത്ത് എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു." അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് എന്നോട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്ന ഉമ്മയാണ്, "എടാ, ഈ സാധനം ഇനി നമുക്ക് വേണമെങ്കിൽ എവിടുന്നാ വാങ്ങാ? ഇത് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുമോ?" എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "ഇത് മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടില്ല. ഇതൊരു പ്രത്യേക തരം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം. കുറച്ചധികം സാധനം വാങ്ങാം. നമുക്ക് എന്തായാലും ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനെ കുറച്ച് ഒരു പുച്ഛമാണ് തോന്നിയത്."
കാരണം എന്താ? ഇത് ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള ചിന്തയാണ് എനിക്ക് വന്നത്. അന്നേരം പിന്നെ അദ്ദേഹത്തിന് ഞാൻ കേൾക്കുന്ന രീതിയൊക്കെ തമാശയാണ്. ആഹാ! ആഹാ! അദ്ദേഹം ഓരോ ഇങ്കൊക്കെ പറയാൻ തുടങ്ങി. 10,000 10,000 മാച്ച് ചെയ്താൽ രൂ. 1,200 കിട്ടും. ആഹാ! 20,000 20,000 മാച്ച് ചെയ്താൽ 2,400 ആഹാ! 1,00,000 1,00,000 മാച്ച് ചെയ്താൽ 12,000 കിട്ടും. ഓഹ്! ആഹാ! കാരണം എനിക്കിതൊരു തമാശ പോലെ. അദ്ദേഹം പറഞ്ഞ് വേഗം തീർത്ത് പോട്ടെ എന്നുള്ള മൈൻഡിലാണ് ഞാനുള്ളത്. പിന്നെ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു 17,00,000 17,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്താൽ ആഴ്ച വരുമാനം 2,10,000 കിട്ടുംന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിനോട് ഒരു സംശയം ചോദിക്കണം എന്ന് തോന്നിയത്. കാരണം എന്താ 2,10,000 ആഴ്ചയിൽ ഉൾക്കൊള്ളാൻ പറ്റുമോ? ആഴ്ചയിൽ 2,10,000 ഉൾക്കൊള്ളാൻ ഒരു സാധാരണക്കാരന് പറ്റുമോന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റിയിട്ടില്ല. സത്യം പറയാലോ. കാരണം ആഴ്ച 2,10,000 കിട്ടുന്ന ഒരു വ്യക്തിന്റെ ജീവിതം നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയേ. ഞാൻ ആ സമയത്ത് ചിന്തിച്ച കാര്യം അത്. അദ്ദേഹം പറഞ്ഞു എന്നോട് ആഴ്ചയിൽ 2,10,000 ഞാൻ തമാശ പോലെ ചോദിച്ചു. ഇത് ആഴ്ചയിലാണോ? സത്യം പറ ഇത് ആഴ്ചയിലാണോ? മാസത്തിലാണോ? കാരണം എന്താ? നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആഴ്ച 2,10,000. അപ്പൊ അദ്ദേഹം എല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു മുബാറക്ക ബിസിനസ് എനിക്കിപ്പം ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് സമയവുമില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞ വാക്കാണ്. ബിസിനസ് എനിക്കിപ്പോ ചെയ്യാൻ താല്പര്യവുമില്ല, സമയവുമില്ല. അപ്പോ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാൻ റെഗുലർ കസ്റ്റമർ ആയിരിക്കും. എനിക്ക് കൃത്യസമയത്ത് പ്രൊഡക്റ്റ് എത്തിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ തന്നെ നോക്കുകയാണ്. എന്നോട് പറഞ്ഞു ബിസിനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു ഡൗട്ടും ഇല്ല. കാരണം ഈ ഡൗട്ട് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഡൗട്ട് ഉണ്ടാകാതിരിക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ആത്മാർത്ഥമായ ഡൗട്ട് ഒക്കെ ഉണ്ടാവും. എനിക്ക് സത്യത്തിൽ ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. അദ്ദേഹം എന്റെ മുന്നിൽ കുറെ സമയം നിന്നു. അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിന്റെ ബൈക്ക് പോളിഷ് ചെയ്ത് പറഞ്ഞു വിട്ടു. കാരണം എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫ്രണ്ടിന്റെ അളിയനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു പ്രശ്നമില്ലാത്ത ആളെ പോളിഷ് ചെയ്തിട്ട് തന്നെ എനിക്ക് വിടണം. അതായത് പ്രയാസമില്ലാത്ത രീതിയിൽ ആളെ ഒന്ന് പോളിഷ് ചെയ്തിട്ടാണ് എനിക്ക് വിടേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എന്ത് ചെയ്തു? ആ രീതിയിൽ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടു. പക്ഷേ ഞാനിപ്പം വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ തീരുമാനിച്ചാൽ ചുറ്റും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കും എന്ന് എന്റെ ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ് ഞാൻ. കാരണം എന്താണെന്നറിയോ? ഞാൻ ആ ഐ.ടി കമ്പനിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ മുബാറക്ക് എന്ന് പറയുന്ന വ്യക്തിനെ പരിചയപ്പെട്ടത് മുതൽ പിന്നീട് അദ്ദേഹത്തിന്റെ കോളുകളാണ് ഡെയിലി. ഡെയിലി ഒരു 10 പ്രാവശ്യം 16 പ്രാവശ്യമൊക്കെ അദ്ദേഹം വിളിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ അങ്ങനെ വിളിക്കുന്ന ഒരാൾ എന്താ ചെയ്യുക? ഡെയിലി ഇങ്ങനെ വിളിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്. ഇന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ട് വരണം. ഇന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഞാൻ എല്ലാത്തിനും അതിവിദഗ്ധമായിട്ട് മുങ്ങും. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പ്രോഗ്രാമിന് പോകാനും താല്പര്യമില്ല. കാരണം എനിക്ക് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മടുപ്പാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ പല പ്രോഗ്രാമിനും എന്നെ വിളിക്കും. ഞാൻ അതിവിദഗ്ധമായിട്ട് മുങ്ങും. പക്ഷേ ഒരു പ്രോഗ്രാമിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അളിയനും കൂടി പ്ലാൻ ചെയ്തിട്ട് തലശ്ശേരി പേൾ വ്യൂവിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അളിയനും കൂടിയിട്ട് എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് കയറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും എന്റെ ജീവിതത്തിൽ സ്ട്രെസ് പിടിച്ച ഒരു ദിവസമായിരുന്നത്. ഒരു താല്പര്യമില്ലാതെയാണ് ഞാൻ ഒരു പ്രോഗ്രാമിന് കയറുന്നത്. ഈ പ്രോഗ്രാമിന് കയറി ഹാളിൽ കൊണ്ടുവന്ന് ഇവർ ഇരുത്തി എന്നെ. ഇവരെന്നെ ഹാളിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഇരുത്തിയ ശേഷമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെയുള്ള സ്യൂട്ട് ഇട്ട എല്ലാവരും ഞാൻ മനസ്സിൽ തെറി വിളിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു സാഹചര്യം അങ്ങനെയാണ്. കാരണം ഈ ബിസിനസ്സിനൊക്കെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇവര് കൊണ്ട് ഇരുത്തി തന്നെ. പക്ഷേ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത മുതല് ഞാൻ ആ പ്രോഗ്രാം ശ്രദ്ധിക്കാൻ തുടങ്ങി. നോർമലി നമുക്ക് വേറൊന്നുമില്ല. നമ്മളിങ്ങനെ കൈ കെട്ടിയിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിച്ച് പോകുന്ന സമയത്ത് അന്ന് സംസാരിച്ച ഒരു വ്യക്തി കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഡയറക്ട് സെല്ലിങ്ങിന്റെ നാൾവഴികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി? എന്താണ്? എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? ഏത് ലെവലിലാണ് ഇപ്പൊ ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? ഗവൺമെന്റ് ഏത് രീതിയിലാണ് ഈ ബിസിനസിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ കേട്ട സമയത്ത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെയൊക്കെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറെ വ്യാജന്മാർ ഇറങ്ങിയതല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാം പോയിട്ട് വെറുതെ പെടണ്ടാന്നൊക്കെയുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല്യമുള്ളതിന് മാത്രമേ വ്യാജന്മാരുണ്ടാവൂ. അന്ന് പറഞ്ഞ ഡയലോഗ് അതന്നെയാണ്. മൂല്യമുള്ളതിന് മാത്രമേ വ്യാജന്മാരുണ്ടാവൂ. ഇനി എന്താണ് ഈ വ്യാജന്മാരെന്ന് പറയുന്നത്? മൂല്യമുള്ള എന്തോ ഒന്നിന്റെ കോപ്പിയാണ് വ്യാജന്മാർ. എന്തുകൊണ്ടാണ് ഡയറക്ട് സെല്ലിങ്ങിന് വ്യാജന്മാരുണ്ടാവുന്നത്? ഡയറക്ട് സെല്ലിംഗ് ഒരു മൂല്യമുള്ള സാധനമാണ്. അതിന്റെ കോപ്പിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതിനൊരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ എന്താണെന്നറിയോ? ഈ
നമ്മൾ ₹1000 ആ സമയത്ത് ₹1000 നോട്ടാട്ടോ. ₹1000 കള്ളനോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇല്ലേ? പലപ്പോഴും ₹1000 കള്ളനോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ട്. പോലീസ് റെയ്ഡിനിടയിൽ ₹1000 കള്ളനോട്ട്, ഒരു കണ്ടെയ്നർ നിറയെ കള്ളനോട്ട് പിടിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്. ₹5 ഒരു കണ്ടെയ്നർ നിറയെ ₹5 കള്ളനോട്ട് പിടിക്കപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിനോ? അപ്പൊ ഞാൻ ചിന്തിച്ചു. ഞാൻ അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിനോ എന്ന് എനിക്കറിയില്ല. എന്താ ₹5 നോട്ടടിക്കാൻ പ്രയാസാണോ? ₹1000 കള്ളനോട്ട് കേട്ടിന്, പക്ഷെ ₹5 കള്ളനോട്ട് നമ്മൾ കേട്ടിട്ടില്ല. ബിക്കോസ് ഓഫ് വാല്യൂ. അതായത് ₹5ക്ക് ₹5 വാല്യൂ ആണ്. ₹1000ക്ക് ₹1000 വാല്യൂ ആണ്. ജനങ്ങൾ മൂല്യമുള്ളതിനെ മാത്രമേ കോപ്പി ചെയ്യൂ. ജനങ്ങൾ മൂല്യമുള്ളതിനെ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരൂ. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അത് കൃത്യമായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ജെന്യൂൻ ആയ സയന്റിഫിക് ബേസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കൃത്യമായ രജിസ്ട്രേഷൻസ് പൂർത്തിയായ കമ്പനികൾ വരുമ്പോൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പല വിധത്തിലും പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ദുഷ്ടലാക്കോടുകൂടി ഒരുപാട് കമ്പനികൾ കയറി വന്നു. അവര് മാർക്കറ്റിൽ പറയിപ്പിച്ചു. അത് സ്വാഭാവികമായിട്ട് ജനങ്ങളെല്ലാം ഒറ്റക്കണ്ണ് കാണാൻ തുടങ്ങി. ഈ പറയുന്ന ഞാൻ അടക്കം അവരുടെ പ്രതിനിധിയാണ്. ഞാൻ എല്ലാം ഒറ്റക്കണ്ണിൽ കാണാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. എല്ലാം ഒന്ന് എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ആ പ്രോഗ്രാമിന് പോയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുറേ സംശയങ്ങൾ മാറി. നമുക്കറിയാലോ, മുൻധാരണയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം. പണമില്ലാത്തതോ ദരിദ്രാവസ്ഥയോ ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ മെയിൻ. ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് സക്സസിലേക്ക് എത്താത്തെ, അതിന്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് ആ മനുഷ്യൻ പലതിനോടും വെച്ചിരിക്കുന്ന മുൻധാരണയാണ്. ഇപ്പൊ എക്സാമ്പിൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കേട്ട എക്സാമ്പിൾ ആയിരിക്കും. ഒരാൾ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ നോക്കുമ്പോൾ നമ്മളൊരു കയർ എറിഞ്ഞു കൊടുക്കുമ്പോൾ ആ കയറിന് ISI മാർക്ക് ഉണ്ടോ എന്ന് നോക്കുന്ന ടൈപ്പ് മനുഷ്യന്മാരില്ലേ. അതായത് മുങ്ങി ചാവാൻ പോക്കാണ്, കയറെറിഞ്ഞു കൊടുത്തു. ആ കയറ് പിടിക്കുന്നതിന് മുന്നേ എനിക്ക് എറിഞ്ഞെന്ന കയറിൽ ISI മാർക്ക് ഉണ്ടോ നോക്കുന്ന. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു കാറ്റഗറിപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഞാൻ എല്ലാത്തിന്റെയും A to Z പോസ്റ്റ്മോർട്ടം ചെയ്ത് ചെക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അവിടെ എത്തിയ സമയത്ത് എനിക്ക് കിട്ടിയ കുറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള എന്റെ ഒരു അന്ധമായിട്ടുള്ള ഒരു വിരോധം മാറി. ഇതിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ജെന്യൂൻ ആയ കമ്പനികൾ ഉണ്ടെന്നും ആ കമ്പനിയിൽ പ്രവർത്തിച്ചാൽ നമ്മൾ ഒരു 40 കൊല്ലം കൊണ്ടെല്ലാം ഉണ്ടാക്കുന്ന സാമ്രാജ്യം നമുക്കൊരു 5 6 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നു. ഈ സാധനങ്ങളെല്ലാം എനിക്ക് മനസ്സിലായത് ആ പ്രോഗ്രാം കേട്ടപ്പോഴാണ്. ആ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞാൻ സത്യൻ മാഷ് എന്ന് പറയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലീഡറാണ് സത്യൻ സാറ്. ബ്രാൻഡ് ന്യൂ WTC ആണ്. അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് ആ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തു. ഞാൻ ഇജാസിന്റെ പേരൊക്കെ പരിചയപ്പെടുത്തി. ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുകയാണ്. അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ സാറിനോട് ഒരു സംശയം, സാറിനെ മാറ്റി നിർത്തി ഞാൻ സാറിനോട് ഒരു സംശയം ചോദിച്ചു. കാരണം സാർ ആ പ്രോഗ്രാമിൽ എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല ഒരു കോളേജ് അധ്യാപകനാണ്. പാർട്ട് ടൈം കോളേജ് അധ്യാപകനും കൂടിയാണ്. അതായത് അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ഒരു പാർട്ട് ടൈം കോളേജ് അധ്യാപകനും കൂടിയാണ്. അപ്പോ അത് രണ്ടും ഫുള്ളായിട്ട് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം മൈ ലൈഫ് സ്റ്റൈലിൽ വന്നു എന്നാണ് അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഒരു വലിയൊരു ബാങ്ക് പ്രൊഫഷൻ, ഒരു 4 അക്ക ശമ്പളമുള്ള ഒരു ജോലി, അത്യാവശ്യം ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ജോലി. അതിനോടൊപ്പം തന്നെ ഒരു മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു പ്രത്യേക തരം ഒരു ഫീലാണ് മാഷ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പാർട്ട് ടൈം കോളേജ് അധ്യാപകനും കൂടി. ഇതൊക്കെ പാടെ ഉപേക്ഷിച്ചിട്ട്, അതായത് 1 മണിക്കൂർ പോലും ഈ സംഭവങ്ങൾ മൊത്തം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം മൈലേജ് സ്റ്റൈലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതെന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഡയറക്റ്റ്ലി പോയിട്ട് ചോദിച്ചു, സാറേ, ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ ഈ ബിസിനസ്സിൽ ഇപ്പൊ ഇറങ്ങി വന്നിട്ടുള്ളത്. സാറിന് എവിടുന്ന് ഈ കോൺഫിഡന്റ് കിട്ടിയേ? കാരണം നമുക്ക് അതൊരു വലിയ വിഷയമാണല്ലോ, ഈ കോൺഫിഡന്റ് കിട്ടുക എന്ന് പറയുന്നത്. സാർ എന്തുകൊണ്ടാണ് മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നത്? ഞാൻ രണ്ടേ രണ്ട് ചോദ്യം ചോദിച്ചത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സാർ തന്ന ആൻസർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര എഫക്ട് ചെയ്തൊരു ആൻസറാ. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന എനിക്ക് അറിയില്ല. സാറ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ, നമുക്ക് രണ്ട് ജീവിതത്തിനെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. 2 ജീവിതം നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. 2 ജീവിതം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് കിട്ടിയതിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? കിട്ടിയതിനെ ചൂസ് ചെയ്യുക. അതായത് നമുക്ക് കിട്ടിയ ഒരു ജീവിതം. ആ കിട്ടിയതിനെ ഇങ്ങനെ അല്ലലും പ്രശ്നങ്ങളും പെട്രോളിന് വില കൂടിയതിനെ പറ്റിയിട്ടും കുറച്ച് നരേന്ദ്രമോദിന്റെ കുറ്റവും കുറച്ച് പിണറായി വിജയന്റെ കുറ്റവും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജീവിതം ഇല്ലേ? അതായത് പെട്രോളിന് വില കൂടിയ കാര്യം, അരിക്ക് 2 രൂപ കൂടിയ കാര്യം. കിട്ടിയ ജീവിതത്തിനെ നമ്മൾ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന ഒരു രീതിയാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അദ്ദേഹം ആദ്യം പറഞ്ഞു, സാറേ, ഒന്നാമത്തെ കിട്ടിയതിനെ ജീവിക്കുക. നമുക്ക് മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ.
എനിക്ക് മുന്നിലും നിങ്ങൾക്ക് മുന്നിലും 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് കിട്ടിയതിനെ ജീവിക്കുക. അല്ലലും പരാതികളും പ്രശ്നവും കുട്ടികളെ ഫീസ് അടക്കാൻ വേണ്ടി കഷ്ടപ്പെടലും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതമുണ്ട്. അതിനെ നമ്മളങ്ങ് ശിരസ സ്വീകരിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹം പറഞ്ഞത് ആഗ്രഹിക്കുന്നതിനെ ജീവിക്കുക. ഒന്ന് കിട്ടിയതിനെ ജീവിക്കുക. 2 ആഗ്രഹിക്കുന്നതിനെ ജീവിക്കുക. കിട്ടിയതിനെ ജീവിക്കാൻ 95% ജനങ്ങൾക്കും ആവും. അത് വലിയ ഏതൊരാൾക്കും ആവുന്ന കാര്യമാണ് കിട്ടിയതിനെ ജീവിക്കുക. പക്ഷെ ആഗ്രഹിക്കുന്നതിനെ ജീവിക്കാൻ ചുരുക്കം ചില ആളുകൾക്കേ പറ്റൂ. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കുന്നത് ജീവിക്കണമെങ്കിൽ നമ്മള് മറ്റൊരു രീതിയിലേക്ക് ചിന്തിച്ച് ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങണം. അദ്ദേഹം പറഞ്ഞു ബാങ്കിൽ നിൽക്കുന്ന ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണെങ്കിൽ ഞാൻ കിട്ടിയതിന് ജീവിക്കും സാറേ. കാരണം എന്താ? ഒരു 4 ചെറിയ ശമ്പളം, ആ ശമ്പളം കൊണ്ട് ബഡ്ജറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ജീവിതം. അതായത് ചായക്കടക്കാരന് മറ്റേ പലചരക്ക് കടക്കാരന് ഇത്ര, ഇവർക്ക് ഇത്ര, ഇവർക്ക് ഇത്ര, കറണ്ട് ബില്ല് ഇത്ര എന്ന് പറഞ്ഞിട്ട് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് ഞാൻ പോകും. സത്യമാഷ് പറഞ്ഞ കാര്യം. ഞാൻ അങ്ങനെ ജീവിതത്തിലേക്ക് ഞാൻ പോകും. ആ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഞാൻ എന്താഗ്രഹിച്ചോ അതൊക്കെ എനിക്ക് വാങ്ങിക്കാൻ സാധിക്കണം. എനിക്ക് എനിക്ക് എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കണം. പണത്തിന്റെ പേരിൽ ഞാൻ ബുദ്ധിമുട്ടാൻ പാടില്ല. ഇതൊക്കെയാണ് ആഗ്രഹം. ഇതൊന്നും ഞാൻ ബാങ്കിൽ നിന്നാൽ നടക്കൂല. ഞാൻ അതുകൊണ്ടാണ് മൈ ലൈഫ് സ്റ്റൈൽ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അന്ന് ഇന്ന് കുറച്ച് ആളുകൾക്കെങ്കിലും ഇന്ന് സത്യമാഷ് ആരാന്ന് ശരിക്കും അറിയാം. കാരണം ലൈഫിൽ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ഇന്ന് കമ്പനിയുടെ WTC ലീഡറാണ്. BMW ഒരുപാട് അന്ന് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു ആ ലൈഫൊക്കെ അദ്ദേഹം ഇപ്പൊ എൻജോയ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പം പറയും നിങ്ങൾ അതിനെ പോസിറ്റീവ് സെൻസിൽ എടുത്താൽ അന്ന് അദ്ദേഹം ഇട്ട സ്യൂട്ട് പോലും അദ്ദേഹത്തിന്റെ അല്ലായിരുന്നു ഞാൻ പോകുമ്പോൾ. കാരണം മുട്ടോളം നീളമുള്ള ഒരു സ്യൂട്ടൊക്കെ ആയിരുന്നു ഇട്ടത്. ഏഹ് പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കിൽ ഒരു ഷാർപ്നെസ് ഉണ്ടായിരുന്നു. അദ്ദേഹം രക്ഷപ്പെടാൻ പോക്കാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കിലായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചത് വാക്കിലാണ്. അദ്ദേഹം അന്ന് ആ പ്രോഗ്രാമിന് വന്നത് ഒരു സ്യൂട്ടും ഒരു പൾസർ ബൈക്ക് സൈഡിൽ ഒരു ബോക്സിൽ ഒരു പൾസർ ബൈക്ക് ഒക്കെ ആയിട്ടാണ്. എന്നെ കൂട്ടി പോയി ആ പൾസർ ബൈക്കിന്റെ സൈഡിൽ നിന്നാണ് അത് ഓപ്പൺ ആക്കി ആ സ്യൂട്ടൊക്കെ അതിൽ വെച്ചത്. ഇതൊന്നും ചില ആളുകൾക്ക് ഇതിപ്പോ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തേക്കാം. അയ്യോ ഇയാൾ ഈ വലിയ വായിൽ ഇത്രയും വർത്തമാനം പറയുന്നതൊക്കെ ഫീൽ ചെയ്തേക്കാം. പക്ഷെ എനിക്ക് ഞാൻ ചിന്തിച്ചത് അദ്ദേഹത്തിന്റെ വാക്കാണ്. അദ്ദേഹം ആവാൻ പോവും. ഞാൻ ഇന്നതാവും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. സർ ഞാൻ ഒരാൾ 2.10 വാങ്ങുകയാണെങ്കിൽ ഞാൻ എന്തായാലും 2.10 വാങ്ങും. ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കാനാണ് ഞാൻ എന്റെ ജോബ് വലിച്ചെറിഞ്ഞിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഇതൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പവർ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കി അദ്ദേഹം ഇന്ന് പിന്നെ സഞ്ചരിക്കുന്നത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് ഒരു BMW സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല. ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥന് BMW സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എല്ലാ ഡിസംബറിലും സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സത്യൻ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ഡിസംബറിലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യും. എല്ലാ ഡിസംബറിലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യും. ഡിസംബർ അദ്ദേഹത്തിന്റെ നമ്മളെല്ലാവരും തമാശക്ക് പറയും സത്യം മാഷ് ലാൻഡ് വാങ്ങുന്ന മാസമാണ് ഡിസംബർ. ഇതൊക്കെ എങ്ങനെ സാധിച്ചത്? ഇതൊക്കെ സാധിച്ചത് അന്ന് അദ്ദേഹം പറഞ്ഞതാണ് എനിക്ക് കിട്ടിയതിനെ ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് ആഗ്രഹിക്കുന്നതിനെ ജീവിക്കാനാണ് താല്പര്യം. ആഗ്രഹിക്കുന്നതിനെ ജീവിക്കാൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. സാറേ എന്റെ കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നിങ്ങളുടെ കാര്യം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഏതിനാണ് താല്പര്യം? ആഗ്രഹിക്കുന്നതിന് ജീവിക്കാനാണോ കിട്ടിയതിനെ ജീവിക്കാനാണോ? ഞാൻ പറഞ്ഞു സാർ എനിക്ക് കിട്ടിയതിനെ ജീവിക്കണ്ട. എനിക്ക് ആഗ്രഹിക്കുന്നതിനെ തന്നെ ജീവിക്കണം. ആഗ്രഹിക്കുന്നതിനെ തന്നെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. എന്താ സാക്രിഫൈസ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രൊഫഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ജോലി ഉണ്ടാവും. ഇതിനൊക്കെ മാറ്റി വെച്ച് ഈ ബിസിനസിനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ബിസിനസ്സിലെ പഠിച്ച ചങ്കൂറ്റത്തോടു കൂടി ഇറങ്ങാൻ തയ്യാറാവണം. ഈ 2 വാക്കും തമ്മിൽ കണക്റ്റഡ് ആണ്. ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം, പഠിച്ച ചങ്കൂറ്റത്തോടു കൂടി ഇറങ്ങാൻ തയ്യാറാവണം. പല ആളുകളും ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവും. പക്ഷെ ചങ്കൂറ്റത്തോടു കൂടി ഇറങ്ങാൻ തയ്യാറാവില്ല. പല ആളും പഠിക്കാൻ ഭയങ്കര ഉഷാറാ. ബിസിനസിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം സാറേ. പക്ഷെ ബിസിനസിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് മാത്രം ഒരാൾ സക്സസ് ആവില്ല കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ബിസിനസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെന്നോ ഏഹ്, എന്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നോ ഇതൊന്നും അല്ല കേട്ടോ ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത്. ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചുറ്റുമുള്ള ചങ്ങലകൾ പൊട്ടിച്ച് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വരുന്നൊരു 3 കൊല്ലത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് സക്സസ് ആണ്. എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ചുറ്റുമുള്ള ആളുകൾ തൃപ്തിപ്പെടുത്തണം. വീട്ടിലുള്ള ആളുകളായിക്കോട്ടെ, മറ്റുള്ള ആളായിക്കോട്ടെ, എല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ട് ഈ ബിസിനസ്സിൽ ഒരു അച്ചീവർ ആവാന്നാണ് നിങ്ങൾ വിചാരിച്ചാൽ അത് ഞാൻ പറയും വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയും അത് ഒരിക്കലും നടക്കാത്ത കാര്യം.
നമ്മളെ എതിർക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അന്ന് ആ ഹാളില് അന്ന് സത്യമാഷുമായിട്ട് സംസാരിച്ച ശേഷം ഞാൻ ഡിസിഷൻ എടുത്തു. ഞാൻ ഈ ബിസിനസ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ ബിസിനസ് ഐഡിയ ഒക്കെ എടുത്തു. പക്ഷെ എന്റെ വീട്ടില് ഭയങ്കര എതിർപ്പായിരുന്നു. സത്യം പറയാലോ. വീട്ടില് ഭയങ്കര എതിർപ്പായിരുന്നു. നമ്മളെ മുസ്ലിംസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ബിസിനസ് ചെയ്യാണെങ്കിൽ എന്റെ പൊരുത്തം ഉണ്ടാവില്ല എന്ന് വരെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ഉള്ളില് ഈ ബിസിനസിനെ കുറിച്ചുള്ള വിശ്വാസം കയറി. ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായി. ഈ ബിസിനസ് എപ്പോ സ്റ്റാർട്ട് ചെയ്തോ ആ പിറ്റേ ദിവസം മുതൽ ഞാൻ എന്റെ ലീഡറുടെ കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. സുഹൃത്തുക്കള് വിമർശിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. വീട്ടുകാര് വിമർശിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. വീട്ടിലൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥയായി. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എത്ര സെൻസിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വീട്ടിലൊക്കെ കാരണം എന്താ? അവര് പറയുന്നത് കേൾക്കാത്ത ഒരു വ്യക്തി. എന്നോട് പറഞ്ഞു നിനക്ക് ഐ.ടി മേഖലയിൽ താല്പര്യമില്ലെങ്കിൽ നീ നിന്റെ അളിയന്റെ അടുത്ത് പോ. എന്റെ പെങ്ങടെ ഭർത്താവ് അത്യാവശ്യം സെറ്റിൽഡ് ആണ്. 4, 5 സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ടോട്ടൽ സൂപ്പർ മാർക്കറ്റ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജിംഗ് പോസ്റ്റിലേക്ക് എന്നെ കയറ്റാന്ന് പറഞ്ഞു. സ്റ്റാർട്ടിംഗ് സാലറി 1,50,000 രൂപ തരാന്ന് പറഞ്ഞു. ഇതിനൊന്നും ആര് വഴങ്ങുന്നില്ല? ഞാൻ വഴങ്ങുന്നില്ല. കാരണം എന്താ? പലപ്പോഴും എന്നെ വിളിച്ചിരുത്തിയിട്ട് പറയും, "നീ മറ്റേ പരിപാടിക്ക് പോണ്ട. നീ ഇന്നതിന് പോണം. നീ ഇന്നത് ചെയ്യണം." ഞാൻ ഒന്നിനും വഴങ്ങിക്കൊടുത്തില്ല. കാരണം എന്താ? എനിക്ക് ഈ ബിസിനസ്സിൽ പൂർണ്ണമായ വിശ്വാസം വന്നു എന്നുള്ളതാ. ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുന്തോറും എനിക്ക് വിശ്വാസം കൂടാൻ തുടങ്ങി. നമ്മള് പറയില്ലേ, ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്തോറും ഇതിനോടുള്ള ആവേശവും കൂടിക്കൊണ്ടിരിക്കും നമുക്ക്. പല പ്രോഗ്രാമിനും ഞാൻ ആദ്യ സമയത്ത് ചെയ്തൊരു കാര്യമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഞാൻ ആദ്യം ചെയ്ത കാര്യം, ഞാൻ കണ്ടിന്യൂസ് പ്രോഗ്രാമുകൾക്ക് പോയി. എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളുണ്ട് അതിബുദ്ധിമാന്മാരാ. പ്രോഗ്രാമിന് പോവില്ല. അവര് പറയും, "പ്രോഗ്രാം എന്ന് സാറേ കേട്ട തന്നെയല്ലേ ഈ കേൾക്കണ്ടേ?" പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ കണ്ടിന്യൂസ് പ്രോഗ്രാം പോകുമ്പോ നിങ്ങളെ ചിന്താഗതി മാറും. നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ചിട്ട് കൂടുതൽ കൂടുതൽ അറിയും തോറും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഞാൻ ചെയ്ത ഒറ്റ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തുടക്കം മുതൽ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ വരുമാനമൊക്കെ കിട്ടുന്നതിന് മുന്നേ എല്ലാരും വരുമാനം കിട്ടിയിട്ട് പ്രോഗ്രാമിന് പോവാന്ന് പറയും. ഞാൻ പറയും വിഡ്ഢിത്താണ്. ആടെ കേറണം. ഓഹ്! 400 രൂപ ഫീസ് ഉണ്ടല്ലേ? അയ്യോ! തലവൃത്തിക്ക് വരുമാനമൊക്കെ ആവട്ടെ. ആ വരുമാനം വരൂല ട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഏത് മേഖലയിലാണോ പുഷ്പിക്കാൻ അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ നിങ്ങൾ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവണം. അതിനു വേണ്ടി പോകുന്ന എക്സ്പെൻസുകളല്ല ഇൻവെസ്റ്റ്മെന്റുകളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത്രയേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം അറിയോ? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മൈലേജ് സ്റ്റീലിന്റെ ഒരു പരിപാടി ഡൽഹിയിൽ നടക്കുകയാണ്. മൈലേജ് സ്റ്റീലിന്റെ ഒരു പരിപാടി ഡൽഹിയിൽ നടക്കുകയാണ്. ആ പ്രോഗ്രാമിന് 25,000 രൂപ ടോട്ടൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം 25,000 രൂപ എക്സ്പെൻസ് വരും. ഞാൻ വരുമാനം വാങ്ങിച്ച് തുടങ്ങിയിട്ടില്ല. ഞാൻ വരുമാനം വാങ്ങിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷെ പ്രസാദ് സാറും പിന്നെ സത്യമാഷൊക്കെ പറഞ്ഞു, "നല്ലൊരു പ്രോഗ്രാമാണ്. മുബീൻ സാറിന്റെ ടീം കണ്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മള് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അവര് പോകുന്നുണ്ടെന്ന് പറഞ്ഞു." അപ്പൊ ഞാന് അവരോട് അങ്ങോട്ട് പോയി ചോദിച്ചു, "സാർ ആ പ്രോഗ്രാമിന് ഞാനും വരട്ടെ?" സത്യം പറഞ്ഞാൽ ഞാൻ എന്റടുത്ത് പൈസയൊന്നും ആ സമയത്ത് ഇല്ല. മൈലേജ് സ്റ്റൈലിലൂടെ വരുമാനം വരാനൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ അന്നേരം എന്നോട് സത്യമാഷ് പറഞ്ഞു, "സാർ നിങ്ങളിപ്പോ വരുമാനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ?" ഞാൻ പറഞ്ഞു, "സാർ ആ ബുദ്ധിമുട്ട് എനിക്ക് പ്രശ്നമല്ല. ഞാൻ അറേഞ്ച് ചെയ്തിട്ടായാലും ഞാൻ വരും." അങ്ങനെയാണ് ഫ്ലൈറ്റിലാ പോകുന്നത് നമ്മൾ ട്രെയിനിനല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്ക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന്റെ വാല്യൂ പോയി പോകും. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം എൻട്രി ഫീസ് അടക്കം 25,000 രൂപ കൊടുത്തിട്ടാണ് ഡൽഹിയിൽ മുബീൻ സാർ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ കയറിയത്. അപ്പൊ എന്നോട് എന്റെ കുറെ സുഹൃത്തുക്കൾ ആ സമയത്ത് ഉണ്ടായ കുറെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, "നിനക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞു." "നിനക്ക് വട്ടാടാ, നീ എന്തിനാടാ ഇപ്പൊ കുറെയെല്ലാം വരുമാനം ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞു." ആ പ്രോഗ്രാമിന് പോയപ്പോ കിട്ടിയ ഒരു കോൺഫിഡന്റ് ഉണ്ട്. ആ കോൺഫിഡന്റ് ആണ് പിന്നീട് നാട്ടിൽ വന്ന് കാരണം എന്താ മൈലേജ് സ്റ്റീൽ എന്ന് മനസ്സിലായി. എന്താ ബിസിനസ് എന്ന് മനസ്സിലായി. ഇതൊക്കെ മനസ്സിലായ ശേഷം നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡന്റ് ഉണ്ട്. ആ ഒരു കോൺഫിഡന്റിലാണ് നാട്ടിൽ വന്ന ടീമിനോടൊപ്പം സംസാരിച്ചു. "എടാ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല ട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമെന്ന്" കോൺഫിഡന്റോട് കൂടി സംസാരിക്കാൻ നമുക്ക് പറ്റാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ടീം മട്ടന്നൂർ എന്ന് പറയുന്ന മട്ടന്നൂരിൽ മാത്രം സ്റ്റാർട്ട് ചെയ്ത 2 പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മട്ടന്നൂർ മാത്രം സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ന് 45,000 മെമ്പേഴ്സിന്റെ ഓർഗനൈസേഷനുള്ള റോയൽ ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് മാറിയത്. നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എല്ലാവരും നോ എന്ന് പറയുന്ന വാക്കിനെ പേടിക്കുന്നവരാണോ? എസ്പെഷ്യലി എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത്,
എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് പേടിച്ചിട്ട് പല ആളുകളും ഓൻ താല്പര്യമില്ല എന്ന് പറയുമോ എന്ന് വിചാരിച്ചിട്ട് ബിസിനസ്സിലേക്ക് ക്ഷണിക്കാത്ത ആളുകളുണ്ട്. എനിക്ക് ആദ്യം കിട്ടിയ സാധനം നോയാണ് ഈ ബിസിനസ്സിൽ. കാരണം ഞാൻ ആദ്യം കൊടുക്കുന്ന ഒരു ഹോം മീറ്റിംഗ്. എന്റെ ബിസിനസ്സിലെ എന്റെ കരിയറിലെ ഫസ്റ്റ് ഹോം മീറ്റിംഗ് ആണ് ഞാൻ തുടങ്ങുന്നത് തന്നെ ഹോം മീറ്റിംഗിലാണ്. ഒരു 4 പേരെ ഞാൻ എന്റെ വീട്ടിലേക്ക്, മീൻസ് എന്റെ വീട്ടിലല്ല, എന്റെ ഫ്രണ്ടിന്റെ സ്ഥാപനത്തിലേക്കാണ് ഞാൻ വിളിച്ചത്. 4 പേരെയാണ് ഞാൻ വിളിച്ചത്. 2 പേര് എന്റെ കൂടെ ഒരുമിച്ച് പഠിച്ച, ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് വളർന്ന ആളുകൾ. സാധാരണ എല്ലാവരും ഒരു ബന്ധത്തിനെ ദൃഢപ്പെടുത്താൻ വേണ്ടി പറയും നമ്മൾ ഒരു പാത്രത്തിൽ ഉണ്ടതാന്നൊക്കെ പറയും. ഉണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എങ്കിലും പറയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച സുഹൃത്തുക്കളാണ്. അപ്പോ അങ്ങനെയല്ല, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2 പേരെയും എന്റെ നാട്ടുകാരായിട്ടുള്ള 2 പേരെയും കൂട്ടി 4 പേരെ വെച്ചിട്ട് ഹോം മീറ്റിംഗ് തുടങ്ങിയിട്ടാണ് ഞാൻ എന്റെ ബിസിനസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് സംസാരിക്കാൻ അറിയില്ല. ഞാൻ വന്നിട്ടേ ഉള്ളൂ. ബിസിനസ് സംസാരിക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ സത്യം മാഷിന്റെ സപ്പോർട്ട് വാങ്ങിച്ചു. സത്യം മാഷാണ് അവർക്ക് ബിസിനസ് കൊടുക്കുന്നത്. എന്റെ ഫ്രണ്ടിന്റെ സ്ഥാപനം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് സത്യം മാഷ് ഒരു ചോക്ക് എടുത്തിട്ട് ബോർഡിലാണ് ഈ ബിസിനസ് കൊടുക്കുന്നത്. അങ്ങനെ ഈ ബിസിനസ് ഒക്കെ സംസാരിച്ച ശേഷം ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ച് ഒരു ഡോറിന്റെ സൈഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എടാ, ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ പോക്കാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് ചെയ്യാം. അപ്പൊ അവരെന്നോടൊപ്പം ഉള്ള ബന്ധവും 5-8 വർഷത്തെ അടുപ്പൊക്കെ കൊണ്ട് അവരെന്നോട് അപ്പൊ തന്നെ പറഞ്ഞു താല്പര്യമില്ല. മാത്രമല്ല, എന്റെ തോളത്ത് തട്ടിയിട്ട് ഒരു ഉപദേശം തന്നു, നീ ചെയ്ത് സക്സസ് ആവൂ, അതല്ലേ നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞു. എന്റെ 2 സുഹൃത്തുക്കള് അപ്പാടെ എന്നെ റിജക്ട് ചെയ്തിട്ട് പോയി. പക്ഷെ അവിടെ ഇരിക്കുന്ന ബാക്കി 2 പേരെന്ന് പറയുന്നത് എന്റെ നാട്ടുകാരാ. പക്ഷെ അത്ഭുതം എന്ന് പറയാം, അവർ 2 പേരും ഈ ബിസിനസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ 2 പേര് പിന്നീട് ആ 2 പേരിലൂടെ അവർ ലിസ്റ്റ് മേക്ക് ചെയ്തു. അവരെ സപ്പോർട്ട് ചെയ്യാൻ, പൂർണ്ണ മനസ്സോടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ ഇറങ്ങി. ആ കൂടെ ഇറങ്ങിയതിലൂടെ ആ 2 പേരുടെ ടീം 10 പേരുടെ ടീമായി, 20 പേരുടെ ടീമായി, 30 പേരുടെ ടീമായി, 50 പേരുടെ ടീമായി, 100 പേരുടെ ടീമായി. ടീം മട്ടന്നൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഓർഗനൈസേഷൻ ആയിട്ട് മാറി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒന്നിലും നിരാശപ്പെടരുത്. കാരണം എനിക്ക് വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ ബിസിനസ് സീരിയസ് ആണെങ്കിൽ നല്ല കപ്പാസിറ്റിയുള്ള കോണ്ടാക്റ്റുകൾ നമ്മുടെ കൂടെ വരും. എവിടെ നമ്മളെ സീരിയസ്നെസ് നഷ്ടപ്പെട്ടു പോന്നോ അവിടെ നമ്മളെ കോണ്ടാക്ട്സ് നിൽക്കും. ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണക്ട് ചെയ്ത കോണ്ടാക്ട്സില് പല ആളുകളിലൂടെയും, നേരിട്ടല്ല ട്ടോ, പല ആളുകളിലൂടെയും. കാരണം എന്താ, ഒരു റിസൾട്ടും ഇല്ലാത്ത വ്യക്തികളൊക്കെയാണ് ആദ്യം കണ്ടത്. പക്ഷെ അവരൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവരിലൂടെയൊക്കെ വന്ന കോണ്ടാക്ട്സുകള് പലരും ഹൈ ടാലന്റഡും കാലിബറും ഉള്ള ആളുകളായിരുന്നു. ഇവരൊന്നും ഒറ്റ ദിവസം കിട്ടിയതല്ല. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കാണുന്ന ആദ്യത്തെ 10 പേരാണ് നമ്മളെ സീലിംഗ് ആക്കുക എന്ന് നമ്മൾ വിശ്വസിക്കരുത്. പല ആളുകളും വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ കാണാൻ പോകുന്ന ആദ്യത്തെ 10 പേര് നല്ലയാണെങ്കിൽ ഞാൻ സീലിംഗ് അച്ചീവർ ആവും, ഞാൻ ടോപ്പ് ആവും. ഒരിക്കൽ ആ 10 പേരെങ്ങാനും കുറച്ച് സ്ലോ ആണെങ്കിൽ നമ്മൾ പറയും, അയ്യോ എന്റെ ടീമെല്ലാം ഇങ്ങനെയാണ്. പലപ്പോഴും പരാതി പറയുന്ന ആളുകളുണ്ട്. ആദ്യം വരുന്ന 10 പേരെ നോക്കൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്റെ ആദ്യത്തെ 90 കോണ്ടാക്ട്സുകൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. ഞാൻ ഇങ്ങനെ ഓടും, ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. പക്ഷെ എന്റെ ഓട്ടം നിന്നിട്ടില്ല. കാരണം എനിക്കൊരു കാര്യം അറിയാം, ഈ ബിസിനസ്സിന് ഒറ്റ ഫോർമുലയേ ഉള്ളൂ. എന്താ ഫോർമുല എന്നറിയോ നിങ്ങൾക്ക്? നല്ല കഴിവും കപ്പാസിറ്റി ഉള്ള ആളുകളെ നിങ്ങളുടെ ഓർഗ് 1-ലും 2-ലും എപ്പോ നിങ്ങൾ കണ്ടെത്തുന്നു, അവരെപ്പോ ഈ ബിസിനസ്സിനെ സീരിയസ് ആയി ഏറ്റെടുക്കുന്നു, അതോടുകൂടി നിങ്ങളെ തലവര മാറും. അതിനു വേണ്ടി ഒരു 100 പേരെ കാണാൻ നിങ്ങൾ അങ്ങ് തീരുമാനം എടുക്കണം. എപ്പോഴും പരാതി പറയാണ്, എന്റെ കൂടെ വന്ന 3 പോക്ക, എന്റെ കൂടെ വന്ന 4 പോക്ക. പരാതി പറഞ്ഞ് നടക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മളെ കൂടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോണ്ടാക്ട്സുകൾ നിങ്ങൾ ഓർഗ് 1-ലും 2-ലും വന്ന് പെടും. ഉറപ്പാണ്, വന്നിരിക്കും. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരാളോടും പരാതി പറയാതെയാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, ആരോടും പരാതി പറയാതെ നിങ്ങളുടെ പ്രവർത്തനം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഉറപ്പാണ് ഓർഗനൈസേഷൻ 1-ലും 2-ലും ഹൈ കാലിബറുള്ള ആളുകൾ വരും. അതിന് ആദ്യം വേണ്ട ക്ഷമയാണ്. ഒറ്റയടിക്ക് തന്നെ എനിക്ക് എന്റെ ഈ കോണ്ടാക്ട്, ഇന്നലെ വന്ന കോണ്ടാക്റ്റും മിഞ്ഞാന്ന് വന്ന കോണ്ടാക്ട്, ഇവരെന്നെ ഉഷാറായിട്ടില്ലെങ്കിൽ എന്റെ ടീം പോക്കാന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇവരിലൂടെ വരുന്ന ഒരു ജനറേഷൻ ഉണ്ട്. ഞാൻ സത്യം പറയും, ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത്. എന്റെ ആദ്യത്തെ കോണ്ടാക്ട്സുകളൊന്നും ഭയങ്കര നല്ല കോണ്ടാക്ട്സുകളൊന്നും അല്ല. പക്ഷെ നിരന്തരമായിട്ട് നിന്ന സമയത്ത് ഇതിനിടയിലൂടെ കുറച്ച് കോണ്ടാക്ട്സുകൾ കടന്നു വന്നു. ഇപ്പൊ എന്റെ ഒരു പൊസിഷൻ ലീഡർ ജസീർ, അപ്കമിങ് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ആണ്. അദ്ദേഹം വരുന്നത് എങ്ങനെയാണെന്നറിയോ ഈ ബിസിനസ്സിൽ?
ഇത് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, നിങ്ങളൊരു പാഠമായിട്ട് എടുക്കണം. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. പ്രോഗ്രാമിന് വരൂല, മീറ്റിങ്ങിന് വരൂല, എല്ലാത്തിനും എക്സ്ക്യൂസ് പറയും. ഇദ്ദേഹം നിരന്തരം എക്സ്ക്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ നേരെ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് ഇടിപ്പിച്ചു. ലിസ്റ്റ് ഇടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6ാമത്തെ നമ്പറിലങ്ങനെ മുഹമ്മദ് ജസീർ എന്ന് പറയുന്ന ഒരു പേര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു GTS വെച്ചിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിൽ. ഞാൻ പറഞ്ഞു, 2 പേരെ നിങ്ങൾ GTSന് കൂട്ടണം. നിങ്ങൾക്ക് ഞാൻ ടാർഗറ്റ് ചെയ്തതെന്ന് നിങ്ങളുടെ ലിസ്റ്റിലുള്ള 2 പേരെ നിങ്ങൾ GTSന് കയറ്റിയിരിക്കണം. അപ്പൊ ആദ്യം കുറെ അയ്യോ സാറേ എനിക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞു 2 പേരെ കയറ്റണം. അങ്ങനെ അദ്ദേഹം 2 പേരെ പ്ലാൻ ചെയ്തിട്ട് 2 ആളായിട്ടില്ല, ഒരാളെ പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതാണ് മുഹമ്മദ് ജസീർ. ആ വ്യക്തി നേരെ വന്ന് ആ GTS അറ്റൻഡ് ചെയ്തു, എന്നെ വന്ന് കണ്ടു. അദ്ദേഹം MBA കാരനാണ്, വലിയ കമ്പനിയിൽ ഓഫർ ലെറ്റർ ഒക്കെ കിട്ടി നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇതിന്റെ സാധ്യത ഇരുത്തിയിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു, ജസീർ ഇതാണ് സംഭവം. അപ്പൊ എന്നോട് ജസീർ ഇങ്ങോട്ട് പറയാണ്, എടാ സത്യത്തിൽ ഞാൻ MBA എടുത്തത് മറ്റുള്ള ഒരു മുതലാളിക്ക് വേണ്ടി പണിയെടുക്കാനല്ല. ഞാൻ MBA എടുത്തത് ഈ ബിസിനസിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ MBA എടുത്തത്. പലപ്പോഴും എന്റെ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ MBA ഒക്കെ എടുത്തിട്ട് 20,000 25,000 പോയി ജോലി ചെയ്യേണ്ടി വരും എന്നുള്ള ടെൻഷനിലാണ് ഞാനുള്ളത്. പക്ഷെ ഈ മേഖലനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്, ഞാനും ഇനി മുതൽ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇബ്രാഹിം എന്ന് പറയുന്ന പ്രോഗ്രാമിന് വരാത്ത, മീറ്റിങ്ങിന് വരാത്ത, എപ്പോഴും എക്സ്ക്യൂസ് പറയുന്ന ഒരു വ്യക്തിന്റെ ഉള്ളിലൂടെ വന്ന ഒരു കോണ്ടാക്ട്സ് ആണ് ജസീർ. പക്ഷെ ആ ജസീർ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കേരളത്തിന്റെ വ്യത്യസ്ത ജില്ലകളിൽ വലിയ ടീമുള്ള ലീഡറായി മാറി. ഇതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുറെ ആളുകൾ കൊണ്ടുവരും, പക്ഷെ ഇതിനൊക്കിടയിലൂടെ നിങ്ങളാക്കുന്ന കോണ്ടാക്ട്സുകൾ കയറി വരും. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടാതെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങാൻ പറ്റണം. ഇപ്പം എന്റെ കൂടെ വന്ന ഒരു 5 ആള്, അവർ ഉഷാറല്ല, അല്ലെങ്കിൽ വിട്ടേക്ക്. നമ്മള് അതിൽ ലോക്കാണ്ട. ചില ആളുകൾ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ എന്റെ കൂടെ വന്ന 2 ആള് ശരിയല്ലേ, എന്റെ കൂടെ വന്ന 2 ആള് ശരിയല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നമുക്ക് വീണ്ടും വീണ്ടും പുതിയ കോണ്ടാക്ട്സിലേക്ക് പോയിക്കൊണ്ടിരുന്നു നോക്കിയോ, നിങ്ങളുടെ മിറാക്കിൾ സംഭവിക്കും. ഞാൻ പറഞ്ഞല്ലോ, 2 പേരിൽ നിന്ന് തുടങ്ങിയ കോണ്ടാക്ട്സിലൂടെ ഒരുപാട് കോണ്ടാക്ട്സുകൾ വന്ന്, ഇതിനിടയിൽ കൂടി വന്ന നല്ല കാലിബറുള്ള കോണ്ടാക്ട്സ്, ജസീർ സാർ, സിനാൻ സാർ, ഹിലാൽ ഹാഷിം സർ, അതുപോലെ തന്നെ ഫാസിൽ സർ, ഇങ്ങനെ വരുന്ന ഫസ്റ്റ് ലെയർ കോണ്ടാക്ട്സ് മാത്രമേ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ഇതുപോലെ വരുന്ന, ഇതിന്റെ അടിത്തട്ടിൽ വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഇതേപോലുള്ള കോണ്ടാക്ട്സ് വന്ന് നോക്കുമ്പോൾ ടീം മട്ടന്നൂർ പിന്നീട് മെല്ലെ ടീം റോയൽ ബറ്റാലിയൻ ആയി മാറാൻ തുടങ്ങി. കോടികളുടെ ടേൺ ഓവർ വരാൻ തുടങ്ങി. ആഴ്ചയിലൊക്കെ കോടികളുടെ ബിസിനസ് വരുന്ന ലെവലിലേക്ക് നമ്മൾ എത്തി. ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഇന്നലെ പോലും 28ാമത്തെ സീലിംഗ് അച്ചീവേഴ്സ് ആണ് ഇന്നലെ വന്നത്. നിയാസ് 25 വയസ്സുള്ള പയ്യനാ. നമ്മളെ സീലിംഗ് അച്ചീവേഴ്സില് 28 പേരില് 99% 25 വയസ്സ് താഴെ വയസ്സുള്ളവരാ. ചിന്തിച്ചു നോക്കണം. ഇനി കേരളത്തിലെ ഫസ്റ്റ് തായ്ലാൻഡ് കോൺടെസ്റ്റ് നമ്മൾ മിഞ്ഞാന്ന് പിടിച്ചു. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ബിഗ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വന്ന ഒരു ടീമിലൂടെ സംഭവിച്ചതാണ്. മനസ്സിലായില്ലേ? ഇന്ന് ദൈവാനുഗ്രഹം എന്ന് പറയാം, ഈ ബിസിനസ് ചെയ്തുകൊണ്ട് മാത്രം ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. എന്നുള്ളത് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ലൈഫിൽ ഇപ്പം പറയുകയാണെങ്കിൽ, ഈ ബിസിനസ്സിലേക്ക് ഞാൻ 2 വീലറിൽ വന്ന വ്യക്തിയാണ്. ഞാൻ ആദ്യത്തെ കാർ സ്വന്തമാക്കുന്നത് 2017-18 ആദ്യത്തെ കാർ സ്വന്തമാക്കുന്നത്. 12 ലക്ഷം രൂപയുടെ സിയാസ് എന്ന് പറയുന്ന ഒരു കാറാണ്. അത് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം. കാരണം ആദ്യമായിട്ട് ഒരു ബിസിനസ്സിലൂടെ ഞാനൊരു കാർ സ്വന്തമാക്കുക എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മാറ്ററാണ്. ഇനി അതിനുശേഷം 2022 മറ്റൊരു കാർ കൂടി സ്വന്തമാക്കി, 34 ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്ന ഒരു കാർ. ഇപ്പോ ഞാൻ ആ വണ്ടിയിലാണ് ഉള്ളത്. ഒരുപാട് സ്ഥലങ്ങൾ ഓൾറെഡി ഞാൻ സിയാസ് എന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ 1,40,000 കിലോമീറ്റർ ആ വണ്ടി ഓടി. അതിനുശേഷമാണ് പിന്നെ ഇന്നോവ ക്രിസ്റ്റ സ്വന്തമാക്കിയത്. അടുത്ത വർഷം 1 കോടി രൂപ വിലയുള്ള ലക്സസിന്റെ H300, 1 കോടി രൂപക്കടുത്ത് വിലയുള്ള ലക്സസിന്റെ H300 എന്ന് പറയുന്ന കാറ് ഇൻഷാ അല്ലാഹ് ദൈവാനുഗ്രഹത്താൽ അതും സ്വന്തമാക്കും. അതുപോലെ തന്നെ ഡ്രീം ഹൗസിന്റെ പണി 2025 ലാസ്റ്റോട് കൂടി ഡ്രീം ഹൗസിന്റെ പദ്ധതി സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാണ്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായത് മൈ ലൈഫ് സ്റ്റൈൽ. പിന്നെ ഒരുപാട് വിദേശ യാത്രകൾ. കഴിഞ്ഞ ദിവസം പിന്നെ കമ്പനി ഇന്റർനാഷണൽ ട്രിപ്പ് ഒരുപാട് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫുക്കറ്റ് തായ്ലാൻഡിലായിരുന്നു, അതിനുശേഷം മലേഷ്യയിലായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. സാധാരണക്കാരനായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുകയും സന്തോഷത്തോടു കൂടി ബിസിനസ് ചെയ്യാൻ സാധിക്കും ബിക്കോസ് ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ.
നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ലൈഫിൽ ഏറ്റവും വലിയ സംഭവം. പണം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇതേപോലുള്ള ഹാപ്പിനെസ്സും നല്ല ബന്ധങ്ങളും നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നമുക്ക് പണം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഹാപ്പിനെസ്സും കൂടി കിട്ടണം. ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റണം. നല്ല ടീമുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കണം. ഞാനൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണുന്നത് ഓരോ ദിവസം വ്യത്യസ്ത അറിവുകൾ കിട്ടുകയാണ്. പല പല പുതിയ പുതിയ ആളുകളൊക്കെ ആയിട്ട് പുതിയ പുതിയ കോൺടാക്ട്സിനെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു നമുക്ക് മാത്രം കിട്ടുന്ന, ഈ ബിസിനസ് ചെയ്യുന്ന നമുക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഈ ബിസിനസ് സക്സസ് ആവും. നമ്മൾ ഈ ബിസിനസ് സക്സസ് ആവും. നമുക്ക് ക്ഷമ വേണം ഫസ്റ്റ്. എന്റെ ഒന്നും നടക്കുന്നില്ല, എന്റെ ഒന്നും നടക്കുന്നില്ലേ എന്ന് ചിന്തിച്ചിരുന്നിട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് നടക്കരുത്. എന്റെ എല്ലാം നടക്കും, ഞാൻ ശക്തമായി ഇറങ്ങിയാൽ മതി. ഞാനൊന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും എന്നെ ഒന്ന് സ്കാൻ ചെയ്യും. കാരണം എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കും. ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ഞാനൊന്ന് എന്നെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ സ്വന്തം ഒന്ന് ജഡ്ജ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇതെല്ലാം. നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളിലുണ്ടല്ലോ, സ്വന്തം ഒന്ന് ജഡ്ജ് ചെയ്താൽ മതി. ഞാൻ വൃത്തിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ കൃത്യമായി എഫേർട്ട് ഇടുന്നുണ്ടോ? എന്റെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചറിഞ്ഞാൽ അതിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യുക. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ജീവിതത്തില് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ നിസ്സാരമാണെന്ന് ചിന്തിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബിസിനസ്സില് ജീവിതത്തില് സംഭവിക്കും. നിങ്ങൾ എനിക്ക് ടീമില്ല, എനിക്ക് ടീമാകുന്നില്ല, എനിക്ക് ടീമാകുന്നില്ല, എന്റെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ 100% അത് നിങ്ങളെ കൺമുന്നിൽ കാണേണ്ടി വരും. നിങ്ങൾക്ക് ടീം ആവൂല. പരാതികൾ പറയുന്നതും നെഗറ്റീവ് പറയുന്നതും അവസാനിപ്പിക്കുക. അതെല്ലാം ഞാൻ പറയട്ടെ, നമ്മളെ ചിന്ത നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് ഔട്ട്കം ആയിട്ട് വരുന്നത്. നിങ്ങൾ നല്ല കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ചിന്തിക്കുന്നതെങ്കിൽ അത് പുറത്തേക്ക് ഔട്ട്കം ആയിട്ട് വരും. പക്ഷെ നിങ്ങൾ മോശം കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ, എനിക്ക് ഇത് നടക്കുന്നില്ല, അത് നടക്കുന്നില്ല, എന്റെ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെ പുറത്തു വരും. എല്ലാ വേദഗ്രന്ഥങ്ങളിലും അത് പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതാണ് സംഭവിക്കുക. എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. യോ യശ് ശ്രദ്ധേ സഹേവസം, യോ യശ് ശ്രദ്ധേ സഹേവസം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായി നിങ്ങൾ മാറും. എന്റെ ഒരു ബിസിനസ്സും നടക്കുന്നില്ല, എന്റെ ഒന്നും നടക്കുന്നില്ല, എന്റെ കൂടെ വന്ന രണ്ടുപേരൊന്നും ചെയ്യുന്നില്ല, എനിക്കൊന്നുമില്ല, എന്റെ അത് മോശം, എന്റെ ഇത് മോശം. ഇങ്ങനെ നിങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോയോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളായിരിക്കും. പക്ഷെ നേരെ മറിച്ചിട്ട്, ഞാൻ നല്ല ടീമിനെ ഉണ്ടാക്കും, ഞാൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കും, ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടും, അതായത് ഞാൻ എല്ലാം ചെയ്യും, എനിക്ക് നല്ല ടീമാവും, ഞാൻ എന്തായാലും ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ള മനസ്സോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. കാരണം അതിന്റെ റിസൾട്ട് നമുക്ക് വന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വരുന്ന ഒരു 5 വർഷം കൊണ്ട് നിങ്ങൾ ആരാന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഞാൻ ഞാൻ ഇന്നലെ സിനാൻ സാറിനോട് ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ സിനാൻ സാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വരുമ്പോൾ ഞാൻ സിനാൻ സാറോട് പറഞ്ഞു, സിനാൻ സാർ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോ നമ്മൾ എന്തൊക്കെയോ സ്വപ്നം കണ്ട ലൈഫിലല്ലേ നമ്മളിപ്പോ ഉള്ളത്. ഞാൻ ഇന്നലെ സിനാൻ സാറിനോട് പറഞ്ഞൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് സത്യം പറയാം ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. കയ്യിൽ 5 പൈസ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കയ്യിൽ 5 പൈസ ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. എന്തിനു പറയുന്നത്, ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മീൻസ് തുടങ്ങിയ സമയം കേട്ടോ, തുടങ്ങിയ സമയം. അപ്പോ പിന്നെ പല ഫിനാൻഷ്യൽ സ്ട്രഗിളും വന്നിട്ടുണ്ട് ആ സമയത്ത്. അപ്പല്ല നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമുണ്ട്. ബാങ്കിൽ അത്യാവശ്യം പൈസ, അത്യാവശ്യം നല്ല വാഹനങ്ങള്, അത്യാവശ്യം നല്ല ലൈഫ് സ്റ്റൈൽ, ഇതിലേക്കൊക്കെ നമ്മൾ എത്തൂലേ എന്ന് നമ്മൾ പരസ്പരം സംസാരിക്കാറുണ്ട്. നമ്മൾ എല്ലാവരും എത്തുമല്ലേ? പക്ഷെ ഞാൻ ഇന്നലെ സിനാൻ സാറിനോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു സമയത്തുള്ള സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. അതായത് എന്താ, ജീവിതത്തിൽ നല്ല വരുമാനം, നല്ല ബന്ധങ്ങള്, നല്ല പണം, ഇതൊക്കെ ഞാൻ പറയുന്നത് എല്ലാരെ കൊണ്ടും പോസിബിൾ ആണ്, എല്ലാരെ കൊണ്ടും സാധ്യമാണ്. അപ്പൊ തുടക്കത്തിൽ ഇനീഷ്യൽ ഏത് മേഖല നിങ്ങൾ ചോദിച്ചോ, ഞാൻ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ മേഖലയും നിങ്ങൾ നോക്കിക്കോ, തുടക്കം കുറച്ച് ഹാർഡ് ആയിരിക്കും. അത് കേറി കിട്ടുന്ന എല്ലാവരും സക്സസ് ആയിട്ടുണ്ട്. അതായത് ഏത് മേഖല നിങ്ങൾ നോക്കിക്കോ, MA യൂസഫ് അലി ഇപ്പോ ഒരു 2000 കോടി കൊടുത്തിട്ട് ഒരു ലുലു മാൾ തുടങ്ങാന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഇപ്പൊ സിമ്പിൾ കാര്യമാണ്. ഇപ്പം നിങ്ങളെ നാട്ടിൽ വന്നിട്ട് പിന്നെ യൂസഫ് അലി ഒരു സ്ഥലം കണ്ടു,
അപ്പൊ ആൾ അന്നേരം തന്നെ പറയും, ഒരു 2000 കോടി മുടക്കി ആളൊരു ലുലു മാൾ ഇട്ടോ. കാരണം അദ്ദേഹത്തിന് ഇപ്പൊ അത് സിമ്പിളാ. പക്ഷെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഒരു 35 കൊല്ലം മുന്നേ ഉള്ള, ഒരു 40 വർഷം മുന്നേ ഉള്ള യൂസുഫ് അലിക്ക് അത് സിമ്പിൾ അല്ല. കാരണം അദ്ദേഹത്തിന്റെ തുടക്കം ഭയങ്കര ടഫേനും. അപ്പൊ ഏതൊരു മേഖലയും ഏതൊരു ബിസിനസ്സും തുടക്കത്തിൽ കുറച്ച് ടഫ് ആയിരിക്കും. കാരണം എന്താ, നമുക്ക് ടീമില്ല, ടീമായി വരണം. അപ്പൊ കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നോക്കിയോ, ഇത് ഈസി ആയി വരും. നിങ്ങൾ ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന സാധനം ഉണ്ടല്ലോ, എഫേർട്ട്. ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിലാണ് നിങ്ങൾ ഈ എഫേർട്ട് എടുക്കേണ്ടി വരിക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇത് ഈസി ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ന് നമ്മളൊക്കെ സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് പറയാം. ഒരു ടീമിലേക്ക് ഒരാളെ ടീമിലേക്ക് കൊണ്ടുവരാൻ വല്ലാണ്ട് മെനക്കെട്ട ദിവസങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾ ഇപ്പം ടീമിൽ സംഭവിക്കുന്നത്, മിനിമം ഒരു മാസം 500 റിക്രൂട്ട്മെന്റ് ഒക്കെയാണ് നടക്കുന്നത്. നമ്മൾ അറിയ പോലും ചെയ്യുന്നില്ല. മനസ്സിലായോ? നമ്മളൊന്നും അറിയ പോലും ചെയ്യുന്നില്ല. നമ്മുടെ ടീമിലേക്ക് പുതിയ നൂറ്റിക്കണക്കിന് ആളുകൾ നമ്മുടെ ടീമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഫോൺ കോൾ ഇല്ല, നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയാലും, ഇപ്പൊ പിന്നെ ഒരു 5-8 ദിവസം തായ്ലാൻഡിലായിരുന്നു. ഈ തായ്ലാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തു നിന്നും 100 റിക്രൂട്ട്മെന്റ്, 500 റിക്രൂട്ട്മെന്റ്, 200 റിക്രൂട്ട്മെന്റ്, ഓരോ വിങ്ങിന്നും റിക്രൂട്ട്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ആളുകൾ. മീൻസ് നമ്മൾ പോയി വരുമ്പം തന്നെ ഒരു പുതിയ 1000, 1500 ആളുകളെ പുതിയതായിട്ട് നമ്മുടെ ടീം കാണുക. ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. തുടക്കത്തിൽ ഭയങ്കര എഫേർട്ട് ഇട്ടിരുന്നെങ്കിലും ഇപ്പോ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മാറി. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ ഇടുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ഘട്ടം ഘട്ടമായിട്ട് ഇത് ഈസി ആയി മാറും. കാരണം ഇത് ഷെയർ ചെയ്യാൻ ടീം നിങ്ങളെ കൂടെ വരാൻ തുടങ്ങും. ടീം ഇല്ലാണ്ട് നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ വലിയൊരു ടീം ആവുമ്പോൾ നിങ്ങൾ ടൈം ഫ്രീഡത്തിലേക്ക് പോകും. അതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, വളരെ ശക്തമായിട്ട് ബിസിനസ് ഏറ്റെടുക്കുക, നല്ലത് ചിന്തിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുക. നിങ്ങളാണ് നാളത്തെ ഫ്യൂച്ചർ ലീഡേഴ്സ്. അപ്പൊ നിങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റണം എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റണം, എന്റെ അപ്ലൈന് വേണ്ടി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറരുത് ഞാൻ. മീൻസ് അപ്ലൈന് വേണ്ടി മാത്രം, മീൻസ് അപ്ലൈൻ പറയുമ്പോൾ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന റിമോട്ട് കൺട്രോൾ ലീഡർ ആവരുത്. അപ്ലൈനെ ഞെട്ടിക്കണം. മീൻസ് എങ്ങനെ, നിങ്ങളെ പ്രവർത്തനം കണ്ടിട്ട് നിങ്ങൾ അപ്ലൈൻ ഞെട്ടണം. കാരണം നിങ്ങൾ അപ്ലൈൻ ചില കാര്യങ്ങൾക്ക് അപ്ലൈൻ നിർദ്ദേശിച്ചാലേ അത് ചെയ്യൂ എന്നുള്ള ലെവലിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങ് എഫേർട്ട് എടുത്തിട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ലൈഫിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനൊക്കെ ഒരു യാത്രയിൽ തന്നെയുള്ളത്. ഞാൻ ഈ ബിസിനസിന്റെ പോയിന്റ് സംതിങ് പോലും അച്ചീവ് ചെയ്തിട്ടില്ല. ഇനി എന്താണ് ഇപ്പം ഞാൻ അച്ചീവ് ചെയ്തൊന്നും ഈ ബിസിനസ്സിൽ ഒരു അച്ചീവ്മെന്റ് അല്ല. ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും വലിയ നേട്ടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തമായിട്ട് ബിസിനസ് ചെയ്യുക. പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാവും. അതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. മെയിൻലി എനിക്കുള്ള റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവസാനിപ്പിക്കാൻ പോക്കാണ്. എനിക്കുള്ള ഒറ്റ റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ പോയോ, നിങ്ങൾ ലോക്കായി പോകും. നേരെ മറിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടണമെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ എത്തണം എന്നുള്ളതാണ് അതിനുള്ള ഏക സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടെന്നാ, നിങ്ങൾക്ക് ചിലപ്പം ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പം പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, ചിലപ്പം പേഴ്സണൽ കൈവായ്പകൾ കൊടുക്കാനുണ്ടാവും. ഇതെല്ലാം നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും. പക്ഷെ ഇതിനൊക്കെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരണം. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതില്ല, എനിക്ക് കടം വന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫയിൽ കടന്ന് ഉറങ്ങല്ല വേണ്ടത്. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മേഖലയിൽ ശക്തമായിട്ട് സമ്പത്ത് ഉണ്ടാക്കണം. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. നിങ്ങളെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കണ്ടിന്യൂസ് 2,10,000 രൂപ ഇൻകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സാമ്പത്തിക പ്രശ്നമായിരിക്കോ? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നിങ്ങൾ കണ്ടിന്യൂസ് 2,10. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, അത് പ്രശ്നം നിങ്ങൾ ചിരിക്കുക ചെയ്യുക. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബിസിനസ്സിലാണ്. ആ ബിസിനസ് ഒരുപാട് നേട്ടങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്. പിന്നെ അൺസർട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൂടി പറയാം ഞാൻ. അതായത് നമ്മളെ കുടുംബം സേഫ് ആണോ എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക. നമ്മളെ ആബ്സെൻസിൽ നമ്മളെ കുടുംബം സേഫ് ആണോ? കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചു. മേജർ ആക്സിഡന്റ്. ഞാനും സിനാൻ സാറുമാണ് ഉണ്ടായത്. ഫോർച്യൂണർ ആണ് കാറ്. മേജർ ആക്സിഡന്റ് ആയിരുന്നു. ആരും ബാക്കിയാവില്ല എന്നുള്ള ലെവലിലായിരുന്നു. 4-5 പ്രാവശ്യം വണ്ടി തലകുത്തനെ മറിഞ്ഞിട്ടാണ് തെറിച്ചു വീണത്. നമ്മൾ അതിൽ നിന്ന്
രക്ഷപ്പെട്ട് ഒരു ഷോപ്പിന്റെ മുന്നിൽ, ആരുമില്ല, രാത്രി 2 മണിക്കാണ് ആക്സിഡന്റ് ആവുന്നത്. വണ്ടി ഒരു ഡിവൈഡറിൽ ഇടിച്ചിട്ട് അടിച്ചു തെറിച്ച് വീണ് വണ്ടി 5 പ്രാവശ്യമൊക്കെ മലക്കുത്തം മറിഞ്ഞിട്ടാണ് തെറിച്ച് വീഴുന്നത്. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ചാടി ഒരു ഷോപ്പിന്റെ മുന്നിൽ ഇരിക്കുകയാണ് നമ്മൾ. ആ സമയത്ത് പല ആളുകളും വന്ന് വണ്ടി നോക്കുന്നുണ്ട്, ഇവരെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾ പുറത്തിറങ്ങി. ഞാൻ പറയുന്നത് ഇത് ആരൊക്കെയോ പ്രാർത്ഥനയാണ്, അത്രയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, നമ്മളെ പിന്നെ നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നാളെ എന്ത്, പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം എന്താ അറിയോ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളെ കുടുംബം സേഫ് ആണോ എന്ന് ഓർക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെ കുടുംബം സേഫ് ആണെന്ന് പറയാൻ പറ്റുമോ? എത്ര പേർക്ക് പറയാൻ പറ്റും എന്റെ കുടുംബം സേഫ് ആണ് ഞാനില്ലെങ്കിലും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളെ മക്കളെയും നമ്മളെ ഭാര്യമാരും നമ്മളെ മക്കളെയൊക്കെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ചു, ഒരു 1-2 മാസമാണ് ആ സഹതാപം ഉണ്ടാവും. ആ സഹതാപം എന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് 1-2 മാസം ഉണ്ടാവും. അതിനുശേഷം ബാധ്യതയാണ്. എല്ലാ സ്ഥലത്തും ആ ഒരു ബാധ്യതയായിരിക്കും. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാൻ ഞാനും സിനാൻ സാറും വണ്ടി അടിച്ച് റോഡിൽ തെരഞ്ഞു വീണ സമയത്ത് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയാണ് ചെയ്തത്. കാരണം എന്താണെന്നറിയോ, ഏത് സമയം നമ്മൾ ഇത് ഫേസ് ചെയ്യും, ആരും അങ്ങനെ ഫേസ് ചെയ്യാതിരിക്കട്ടെ, പക്ഷെ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ നമ്മളെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണല്ലോ ഉള്ളത് എന്ന ചിന്ത കൊണ്ട് നമ്മൾ അങ്ങേയറ്റം അഭിമാനിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ രണ്ടുപേരും ആക്സിഡന്റ് ആയിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മേഖലനെ ഞാൻ ശരിക്കും ഓർത്തു പോവുകയാണ്. കാരണം എന്താ, നമ്മൾ കുടുംബം സേഫ് ആയി ആരെ മുന്നിലും കൈ നീട്ടേണ്ടി വരൂല എന്നുള്ളത്. നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളെ കുടുംബം നമ്മൾ ഇല്ലാതായാൽ 2 മാസം മാത്രമാണ് നമ്മളെ കുടുംബത്തിന് സഹതാപ തരംഗം ഉണ്ടാവും. കുടുംബത്തിനും നമ്മളെ ചുറ്റുപാടൊക്കെ സഹതാപ തരംഗം വെറും ഒരു 2 മാസം മാക്സിമം ഉണ്ടാവും. പിന്നെ അവരെല്ലാവർക്കും ഒരു ബാധ്യതയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യലി റിച്ച് ആവുക, നമ്മൾ ഫിനാൻഷ്യലി ഉയരങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. മീൻസ് ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഇൻ കേസ് വന്നാൽ കുടുംബം സേഫ് ആയിരിക്കണം. ഈ മേഖല മൈ ലൈഫ് സ്റ്റൈൽ എസ്പെഷ്യലി കുടുംബത്തിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോമിനേഷൻ ഫെസിലിറ്റി അടക്കം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും വളരെ ശക്തമായിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുക. തുടക്കക്കാരെന്നുള്ള രീതിയിൽ നോ പേടിക്കാതിരിക്കുക. ഒരുപാട് ആളുകളെ കാണാനറിഞ്ഞ, കാരണം നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന, നിങ്ങളെ കണ്ടിന്യൂസ് 2-10 ആക്കുന്ന ആളുകൾ നിങ്ങളുടെ ടീമിലേക്ക് കടന്നു വരും. പക്ഷെ അത് നമ്മൾ ആളുകളെ കാണുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും സർവ്വശക്തൻ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരട്ടെ, ജീവിതത്തിൽ വലിയ ഐശ്വര്യവും മൈ ലൈഫ് സ്റ്റൈലിലൂടെ വലിയ ഉയർച്ചയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് വിരാമിടുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് പ്രൗഡ് ടു ബി എ